ശ്രീ എം പ്രകാശൻ, ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ തന്നെ ശക്തമായി നീങ്ങാനുള്ള ബി.ജെ.പി നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? യഥാർത്ഥത്തിൽ രണ്ട് കൂട്ടരുടെയും നയം ഒന്നായത് കൊണ്ടാണോ? വോട്ട് ബാങ്കിൽ ബി.ജെ.പിയുടെ വോട്ട് ബാങ്കിലേക്ക് വലിയ തോതിൽ ആപ്പ് എത്തുന്നു എന്ന ആശങ്കയാണോ ഇത്തരം നടപടികൾക്ക് വേഗം കൂട്ടാനുള്ള പ്രധാന കാരണമായി കാണുന്നത്? ഈ സമീപകാലത്ത് കെജ്രിവാൾ സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകൾ, ഉദാഹരണത്തിന് കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരളത്തിലെ എം പിമാരും എം എൽ എമാരും എല്ലാം സത്യപ്രതിജ്ഞയ്ക്ക് ചെയ്ത് അവിടെ സമരത്തിന് ചെന്ന സന്ദർഭത്തിൽ ഏറ്റവും ശക്തമായിട്ട് മുഴുവൻ സമയവും ആ സമരത്തിൻ്റെ കൂടെ നിന്ന് കൃത്യമായ നിലക്കുള്ള അഭിപ്രായം പ്രകടിപ്പിച്ച ആളാണ് കെജ്രിവാൾ. അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരായിട്ട് അതിരൂക്ഷമായ നിലക്കുള്ള ഭാഷയിലാണ് ഈ സമീപ ദിവസങ്ങളിൽ അദ്ദേഹം വിമർശിച്ചത്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വരുതിയിൽ നിന്ന് ഒരു കാരണവശാലും ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള നിലക്ക് ബോധ്യപ്പെടുത്തിയവരെയാണല്ലോ അവർ ആക്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചു CPM കോൺഗ്രസിനാണ് ചോദിച്ചു, എന്താ CPM എന്ന് പറയുന്ന പാർട്ടി എവിടെയാണ് മത്സരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്കകത്ത് ഏറ്റവും ശ്രദ്ധേയമായി സമീപകാലത്ത് രാഷ്ട്രീയത്തിനുണ്ടായ കാര്യം എന്താ? ഇലക്ട്രൽ ബോർഡിൻ്റെ നിരോധനം. അതിൽ ജാജ്വല്യമാനമായി തിളങ്ങി നിൽക്കുന്ന പാർട്ടി CPM ആണ്. ഒരൊറ്റ പൈസ അതിൽ വാങ്ങില്ല എന്ന് പ്രഖ്യാപിക്കാനും അതിനെതിരെ കേസ് കൊടുക്കാനും വേണ്ടി മുന്നോട്ടേക്ക് വന്ന പാർട്ടി CPM ആണ്. പണം വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനാവുമോ? പണം ഇവിടെ BJPക്കാർ ഇഷ്ടം പോലെ ഈ പറയുന്ന EDയെയും CBIയെയും എല്ലാം ഇറക്കി വിട്ടിട്ട് കൈക്കൂലി വാങ്ങിച്ച കാര്യം ഈ രാജ്യത്തിന് വെളിപ്പെട്ടത് ആ കേസിൻ്റെ ഫലമായിട്ടല്ലേ? പിന്നെ പറയുന്നു BJPയും ഞങ്ങളും തമ്മിൽ അന്തർധാര. ഞാൻ ചോദിക്കട്ടെ, അന്തർധാര ഞങ്ങളും BJPയും തമ്മിലുള്ള വലിയ അന്തർധാര കൊണ്ടാണല്ലോ ഞങ്ങൾ BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ പോയത്, അവരുടെ ഗവർണർക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയത്, നരേന്ദ്രമോദിയുടെ മൂക്ക് മുമ്പിൽ ഞങ്ങളാകത്തെ സമരത്തിന് പോകാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ടേക്ക് വന്നത്. ഇവിടെ പറയുന്നു ഞങ്ങൾ BJPക്കാരും തമ്മിൽ എന്തോ അന്തർധാര, പ്രണയപാരവശ്യം. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരന്തരമായിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ ഈ ഇവിടെ കേന്ദ്ര ഏജൻസികൾ നിരകിയത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരില്ലാതൊക്കെ വേണ്ടി കഴിയുമോ എന്നുള്ള നിലക്ക് അവിടെ ഈ ED അടക്കമുള്ള ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ പഴയകാല മന്ത്രിമാരെ, ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ തോമസ് ഐസക് അടക്കമുള്ള ആളുകളെ ഒരു രാഷ്ട്രീയമായ തീരുമാനത്തിന് മേലെ അദ്ദേഹത്തെ ഉൾപ്പെടെ വേട്ടയാടാനും അറസ്റ്റ് ചെയ്യാനും വേണ്ടി നടത്തുന്ന നീക്കം എന്തോ ഞങ്ങളും BJPക്കാരും തമ്മിലുള്ള അന്തർധാര കൊണ്ടാണ് എന്ന് VD സതീശൻ പറഞ്ഞാൽ അതെങ്ങനെ ആളുകൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും BJPയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. ഇപ്പോൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ഗവൺമെൻറ്റാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് ആരാദ്യം മുന്നോട്ടേക്ക് വന്നത്? കോൺഗ്രസ് അല്ലേ? ഏത് കാര്യത്തിലാണ് ഇവിടെ കോൺഗ്രസും BJPയും തമ്മിൽ നയപരമായിട്ട് വ്യത്യാസം? ഇപ്പോൾ സ്വത്തുകൾ വിൽക്കുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ കണ്ണായ സ്വത്തുകൾ വിൽക്കുന്നു. ആരംഭിച്ചത് ഇവിടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അല്ലേ? നമ്മുടെ രാജ്യത്ത് പെട്രോളിയത്തിൻ്റെ ഡീസലിൻ്റെ വില അത് കോർപ്പറേറ്റുകൾ തീരുമാനിക്കാൻ അധികാരം കൊടുക്കുന്നു. തീരുമാനിച്ചാരാ? കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അല്ലേ? അതല്ലേ ഇപ്പോൾ ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാജ്യത്തിനകത്ത് നിയമനിർമ്മാണം NIA ശക്തിപ്പെടുത്താനുള്ള തീരുമാനം വന്നു. അവർ നിയമവിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. ആരാരംഭിച്ചത്? കോൺഗ്രസ് അല്ലേ? അവർക്ക് വലിയ നിലയ്ക്ക് BJP എതിർക്കാൻ വേണ്ടി കഴിയില്ല. കാരണം നയങ്ങളുടെ കാര്യത്തിൽ അവർ തമ്മിൽ ഒരു നിലക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും നയങ്ങൾക്ക് പകരമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നയം സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതിനു വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മറ്റാരെക്കാളും ശക്തമായിട്ട് ഞങ്ങളോട് ചെറുത്തുകൽപ്പുണ്ട്, ഞങ്ങളോട് എതിർപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി എത്ര തവണ കേരളത്തെ പരാമർശിച്ചു? കേരളത്തിൽ മാത്രമല്ലേ ഞങ്ങളുടെ ഗവൺമെൻറ് ഉള്ളൂ. എന്തുകൊണ്ടാണ്? അവർക്കറിയാം കൃത്യമായ നിലക്ക് വർഗീയതക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന, അതുപോലെ കേന്ദ്ര കോൺഗ്രസ് BJP ഗവൺമെൻറ്റുകളുടെ നയങ്ങളെ ചെറുക്കുന്ന, അതിനു പകരമായ ബദൽ നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം സംശയലേശമിന് ഇടതുപക്ഷമാണ്. ഞങ്ങൾ ചെറുതാണോ വലുതാണോ എന്നുള്ളത് വേറെ കാര്യം. ഞങ്ങളെ നല്ലതുപോലെ BJPക്ക് ഭയമുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. നിങ്ങൾ എവിടെയാണ് പരസ്പരം മത്സരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ അന്തർധാരയില്ലേ എന്നെല്ലാം പറയുന്നത് പിടിച്ചു കേൾക്കാൻ വേറെ ഒന്നും വാദമില്ല എന്നതോട് പറയുന്നതാണ്. ഇവിടെ EDയുടെ സഹായി കോൺഗ്രസ്സാണ്, അവർ CBIയുടെ സഹായി കോൺഗ്രസ്സാണ്, ഇവിടെ ആദായ വകുപ്പിൻ്റെ സഹായി കോൺഗ്രസ്സാണ്. കേരളത്തിൽ EDയെയും അതുപോലെ തന്നെ CBIയെയും അതുപോലെ കേന്ദ്ര ഏജൻസികളെല്ലാം കൊണ്ടുവരുന്നതിൽ വലിയ നിലക്കുള്ള പങ്ക് ഈ കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഗവർണറെ വിട്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം കളിപ്പിക്കുന്നതിൽ വിരുദ്ധ നിലപാടുകൾ, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് എതിരായ നിലപാടുകൾ, ഡൽഹിയിൽ പോയുള്ള സമരം, ഇതൊക്കെയാണ് പ്രധാനമായും CPMന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷേ ശ്രീ എം പ്രകാശൻ, മോദിയുടെ പേരെടുത്തു പറഞ്ഞൊരു പരാമർശം, ഒരു വിമർശനം മുഖ്യമന്ത്രി ഒരിക്കൽ പോലും നടത്തിയിട്ടില്ല എന്നൊരു വാദം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി കൂടി പറഞ്ഞ് നമുക്ക് ഇടവേളയിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാത്തതോട് പറയുന്നതായിരിക്കും. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പാർട്ടിക്കകത്ത് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണല്ലോ.
പിന്നെ മോദി എന്ന പേര് പറയുന്നില്ല എന്ന് ആളാണ് ഇപ്പോ. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. മോഡിക്കെതിരായിട്ട് നിരന്തരമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്ന മുഖ്യമന്ത്രി ഒരു സംശയവും വേണ്ട, അത് കേരളത്തിലെ പിണറായി വിജയനാണ്. പിന്നെ ഇപ്പോൾ നരേന്ദ്രമോദിയെ മുന്നിൽ കണ്ടാൽ അദ്ദേഹത്തെ ചീത്ത പറയണം, അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ? കാരണം അദ്ദേഹം ഇന്ത്യ പ്രധാനമന്ത്രിയും പിണറായി കേരള മുഖ്യമന്ത്രിയാണ്. ആ പറയുന്ന സ്ഥാനത്തിൻ്റെ മാന്യത സൂക്ഷിക്കാൻ അവർക്ക് ബാധ്യതയില്ലേ? അതല്ലാതെ കണ്ടാൽ ഉടനെ ചീത്ത വിളിക്കണം, അതല്ലല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കഠിനമായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെ, അതിന് നയങ്ങളെ വിമർശിക്കുന്ന, അതിനെ ചെറുക്കുന്ന ഗവൺമെന്റ് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. ഇന്ത്യയിൽ കൃത്യമായ നിലക്ക് കേന്ദ്രത്തിന്റെ നയങ്ങൾ വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളത് ഈ ലോകം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ മറ്റത് അവർ പറയുന്ന പോലെ അവിടെയും ഇവിടെയും എന്തെങ്കിലും ചില കാര്യങ്ങൾ കണ്ടുപിടിച്ച് എതിർക്കണമല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി എതിർക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും മിനിമം ചുമതലയാണല്ലോ. അത് നിർവഹിക്കുന്ന നിലനിൽക്ക് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അവരിപ്പോൾ ഈ കഴിഞ്ഞ 7 കൊല്ലക്കാലം നരേന്ദ്രമോദിക്കെതിരായിട്ട് എന്ത് സംസാരമാണ്, എന്ത് സമരമാണ് ഇവിടെ കോൺഗ്രസ് നടത്തിയത്? ഒരു കാര്യമില്ലല്ലോ. അവർക്കെതിരായിട്ടൊരു വർത്തമാനമില്ലല്ലോ. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം പത്രസമ്മേളനം നടന്നില്ലേ? KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും. എന്തെങ്കിലും കേന്ദ്രത്തിന് ഒരു അക്ഷരം ഉരിയാടാൻ അവരുടെ നാവ് പൊങ്ങുന്നുണ്ടോ? അതുകൊണ്ട് പറയാനില്ല. ശരി, അതിന് നൗഷാദ് അലി മറുപടി പറയട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.